അടുക്കളയിലുണ്ട്. കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മയ്ക്ക് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ടാണ്. ശാന്ത ചേച്ചിയേ എന്താ പിന്നെയോ അവിടെ കുട്ടികളൊക്കെ വന്നിരുന്നേ. അപ്പം ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയതാണ്. എന്നിട്ട് കഴിക്കുന്നതാണ്. രേഷ്മ എന്താ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, മുഖത്തിന് എന്തോ ഒരു തെളിച്ചൊന്നും ഇല്ലല്ലോ. അപ്പം ഈ അറിഞ്ഞിട്ടില്ലേ എന്താണ്? ആശുപത്രി പോയപ്പോഴേ ക്യാൻസറാ. അതെ ഈശ്വര, എടുത്ത് കളയണമെന്ന്. അതെ എൻ്റെ കുട്ടികളുടെ പാലോടി മാറി കിട്ടി നല്ല കാലോട്ട്. എന്തായിരുന്നു ഒരു ചാടിത്തുള്ളല്, ഒരാളെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇതൊക്കെ കിട്ടാൻ വെച്ചെന്നെ. അപ്പൊ എന്തായി, എൻ്റെ മകൻ പെട്ടു. ഇതിനൊക്കെ വന്നു കയറാൻ എൻ്റെ കുടുംബം മാത്രമേ ഉണ്ടായുള്ളൂ. തലവര അല്ലാതെ എന്താ പറഞ്ഞു. രേഷ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറോ? ആരാ പറഞ്ഞങ്ങളോട്? ഓളെ അമ്മായിയമ്മന്നെ. ഞാൻ അവിടെ പോയി നോക്കുമ്പോ ആ തള്ള അവിടെ നിന്ന് പ്രാവി പറയുന്നുണ്ട്. അതെ, വല്ലാത്ത കഷ്ടമായി ഇത്ര ചെറുപ്പത്തിൽ തന്നെ. ഒരു കണക്കിന് ആ തള്ള പറയുന്നത് കുറച്ചൊക്കെ ശരി തന്നെയാണ്. എന്ത് ശരിയാ നിങ്ങൾ പറയണത്? മോനും മരുമോളും നേരെ കഴിയണത് ആ തള്ളയ്ക്ക് പറ്റില്ല. അതിൻ്റെ പുഷ്പയുടെ തള്ളയ്ക്ക് വേറൊന്നുമല്ല. അതൊന്നല്ല, അവൾക്ക് കുറച്ചൊക്കെ ഒരു നെകളിപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചേച്ചി, രോഗം ഒരു വീട്ടിൽ മാത്രമല്ല, ഏത് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പം നിങ്ങളെ കോലം കണ്ടു കഴിഞ്ഞാൽ ഇക്കാണോ രോഗം, നിങ്ങൾക്കാണോ രോഗം? അല്ല മാളു, അനക്ക് സങ്കടമുണ്ടോ? മുറിച്ച് മാറ്റാൻ പറഞ്ഞതേ എൻ്റെ മുടി നഖമൊന്നല്ല, എൻ്റെ കുട്ടി പാലുടിച്ച മാറാണ്. അത് വിട്, അതൊന്നും പറഞ്ഞ് എന്നെ കൂടി കരയിപ്പിക്കാതെ. അല്ല, ആരെങ്ങനെ വിളിക്കണ അവിടുന്ന്? ആ, ഒരു വന്നിട്ട് ജോലിക്ക് കയറാനേ. ഞാൻ വിളിക്കാട്ടോ. ആ ശരി. വിശേഷങ്ങൾ ഇതാ എൻ്റെ വീട്ടിലെങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് പോയി നോക്കട്ടെ. അമ്മ, അമ്മേ, അമ്മ, അമ്മ നിങ്ങളെന്താ ഉണ്ടാക്കിയത്? ഈ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും തന്നേ കഴിക്കാന്. ബിന്ദു ചേച്ചി ബിരിയാണി കൊടുന്നിട്ടുണ്ടേ. എന്നാ ഒന്ന് കഴിച്ചോ. ബിന്ദു ചേച്ചി ബിരിയാണി ഉണ്ടാക്കിന്. ബിന്ദു ചേച്ചിയുടെ മക്കള് വന്നപ്പോ ഉണ്ടാക്കിയത് അത്രേ. അതെ, ഞാൻ കൈയ്യട്ടെ കഴുകി വായോ, ഞാൻ ചോദിച്ചു വെക്കാം. എവിടെ നിട്ടോള്? അപ്പുറത്തെ എവിടെയെങ്കിലും ഫോണും പിടിച്ച് നടക്കണ്ടാവും. ഞാൻ അപ്പോഴന്നെ പറഞ്ഞതല്ലേ നിങ്ങളടുത്ത് ആ ബന്ധം നമുക്ക് വേണ്ട എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മോൻ തന്നെ ആയിരുന്നില്ലേ നിർബന്ധം, അവിടെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടല്ലേ നിന്നിരുന്നത്. ഇപ്പം എന്തായി? അല്ലെങ്കിലുള്ളത് തന്നെ കണക്ക് ഇന്നൊരു കുറ്റപ്പെടുത്തൽ എന്ത് കാര്യം വരുമ്പോഴും. ഞാനപ്പം അത് എന്നെ വേണമെന്ന് പറഞ്ഞു, അവനെല്ലായിരുന്നു വാശി ഇതെന്നെ വേണം പറഞ്ഞിട്ട്. അതല്ല അമ്മ ഞാൻ പറയണത്, അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ. അവിടെ ഏട്ടന് ഞാൻ ഇല്ലെങ്കിൽ എന്നെ പറ്റില്ല, കുട്ടികൾക്ക് അതന്നെ ഞാൻ ഇല്ലെങ്കിൽ പറ്റില്ല. കടയുടെ കാര്യമൊക്കെ അറിയില്ലേ, അവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ലേ. അല്ല, എൻ്റെ നാത്തുമാരൊക്കെ വരുന്നുണ്ടോ? അവിടുത്തെ കാര്യമല്ലേ ഇപ്പോൾ നോക്കണ്ട്, ഇവിടുത്തെ കാര്യമല്ലേ. ഇവിടെ ഇപ്പോൾ എത്ര ദിവസം നിൽക്കേണ്ടി വരും? ഓളെന്തേലും പറഞ്ഞോ? ഓനെന്നാ വരഞ്ഞ്? എനിക്കൊരു ഭയങ്കര മൂടും അറിയില്ല. എനിക്ക് ഈ അടുക്കളയിലത്തെ കാര്യമില്ലാതെ ഞാൻ എൻ്റെ കുട്ടികളുടെ കാര്യം എന്താ ചെയ്യുക, ഇവിടുത്തെ കുട്ടികളുടെ കാര്യം എന്താ ചെയ്യുക? ആകെപ്പെട്ടു. ഇതിൻ്റെ കാര്യത്തിന് നിങ്ങൾ ആരും പെടണ്ട. ചേച്ചീനെ ഞാൻ വിളിച്ചിട്ടൊന്നുമല്ലല്ലോ ചേച്ചി വന്നത്. ഈ ഒരു ആവശ്യം പറഞ്ഞ് ചേച്ചി ഏട്ടൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ മാറ്റിവെച്ച് വരികയും വേണ്ട. ഇത് ദൈവം എനിക്ക് തന്നതല്ലേ, ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ മാത്രം. എപ്പോ നോക്കിയാലും എന്റെ ഫോണാണ്. ഈ ഫോൺ ഒരു സ്ഥലത്ത് വെക്കാൻ സമ്മതിക്കില്ലല്ലോ, ആട്ടി കിട്ടേണ്ടല്ലോ. എൻ്റെ ഗുരുവായൂരപ്പ, ഇതിനൊക്കെ എന്നെ ശരണം. എടി എത്തിയോ? ഞാനേ പാലെടുപ്പത്തിട്ടുണ്ട്, ഇപ്പൊ വരാട്ടോ. ഈ ഒന്നിരിക്കോ?
ഇതിലേ 1.5 പവനുണ്ട്. ഈ വിക്ക് പണം വെക്ക് എന്താന്ന് വെച്ച് ചെയ്യും. ഇപ്പൊ വന്നിട്ടുള്ളൂ. ആടി ഞാൻ ഇപ്പൊ വന്ന് കേറിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ എന്നാ ഡേറ്റ് പറഞ്ഞത്? 28-ാം തീയതി. അപ്പോൾ ഏട്ടൻ വരില്ല. ആ രാവിലെയാണ് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ ഏട്ടൻ അങ്ങോട്ട് എത്തും. ഞാൻ ഇവിടുന്ന് രാവിലെ അങ്ങോട്ട് പോകും. അല്ല എന്റെ അമ്മായിമ്മ നാത്തൂനൊക്കെ ഇപ്പൊ എന്താ പറയുന്നത്? അതെന്ത് പഴയ പോലെ തന്നെ. ഞാനന്ന് വന്നപ്പോഴേ ഐറ്റങ്ങളെ ചേല ചപ്പക്കുറ്റിക്ക് ഒന്നാണ്ട് കൊടുക്കാൻ തോന്നിക്ക്. ഇനി അതൊക്കെ വിട്ടണം. എടി അമ്മ മോഹനമാഷ് മരിച്ചത് ഈ അറിഞ്ഞോ? ഏത് മോനമാഷി? എടി നമ്മളാ കണക്കിന്റെ മാഷില്ലേ? മുടിയൊക്കെ നേർച്ചിട്ടുള്ള അതെ മാഷന്നെ കാലിനൊരു ഞൊണ്ടലുള്ള. ഈ കഴിഞ്ഞ പ്രാവശ്യം ഗെറ്റ് ടുഗദറിന് വന്നില്ലല്ലോ. ഞാൻ അന്ന് പോയപ്പോഴും കൂടി മാഷ കണ്ടിരുന്നു. അതെല്ലേ, ആയിക്ക് അന്ന് വരാനും പറ്റിയില്ല. എന്താ ആൾക്ക് പറ്റിയേ? ക്യാൻസർ എന്നത്. പുതുമഴയായി വന്നോ നീ. ഓ കുരിപ്പയുടെ നമുക്ക് റീലെടുക്കാം. റീലൊക്കെ നമുക്ക് എടുക്കാം. പ്രേതാരാ? മേക്കപ്പ് ഇല്ലാതെ നിങ്ങൾക്കല്ലേ പറ്റിയ? എടി ഇന്നെ എടുക്കണോ? ഇന്നെ വളങ്ങളൊന്ന് വന്നാല് അന്റെ ശബ്ദത്തിന് എന്താ? അനക്ക് പനി ഉണ്ടോ? നിങ്ങൾ വലിയ ആൾക്കാർ, നിങ്ങൾക്ക് ക്യാൻസർ, നമ്മള് ചെറിയവർക്ക് പനിയൊക്കെ ഉള്ളേ. പോ കുരിപ്പയുടെ പാലോം പാലോം നല്ല നടപ്പാലം അപ്പന്റെ കയ്യോ നേരം ആയോരു പാലത്തിന്റെ തോണി പാട്ടൊക്കെ കേൾക്കണത്. പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു ആശുപത്രിക്ക് പോണ പോലെ അപ്പത് കണ്ട കല്യാണത്തിന് പോണ പോലെ ഉണ്ട്. അസുഖം വന്നു വെച്ചിട്ട് മരിക്കാനൊന്നും പറ്റില്ലല്ലോ. എൻ്റെ അമ്മ വിളിക്കാണോരൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ, അപ്പൻ തന്നല്ലേ പറയാറുള്ളേ. പാലോ പാലോ നല്ല നടപ്പാലം അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തോണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു